ശ്രീകൃഷ്ണപുരം സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ഏപ്രിൽ 24 ആരംഭമാകും. കൊടിയേറ്റിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് മനക്കൽ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനാകും. ധ്വജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ക്ഷേത്രത്തിൽ ആധാര ശിലാന്യാസവും നടത്തി. 130 വർഷം പഴക്കമുള്ള കോട്ടപ്പുറം ശ്രീകൃഷ്ണപുരം സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾ ഏപ്രിൽ 24 നടക്കുമെന്ന് പെരുന്തോടത്ത് ഇല്ലം ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമ്പൂർണമായ ഒരു നവീകരണ കലശമാണ് നടക്കുന്നത്. അവസാനം സഹസ്ര കലശത്തോടു കൂടിയാണ് കലശക്രിയകൾ സമാപിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ ഗ്രാമത്തിലേക്ക് വികസിപ്പിക്കുന്ന ഇതുവരെ താൽക്കാലികമായ ധ്വജത്തിൽ അഥവാ കൊടിമരത്തിൽ നടന്നിരുന്ന തിരുവുത്സവം സ്ഥിരമായ മനോഹരമായ ധ്വജത്തിലേക്ക് മാറുന്ന ധ്വജപ്രതിഷ്ഠ കൂടി ഇതോടനുബന്ധിച്ച് നടക്കുന്നു. അന്ന് തന്നെ ക്ഷേത്രോത്സവം വിവിധ ആഘോഷ പരിപാടികളോടുകൂടി ആരംഭിക്കുകയാണ്. 8 ദിവസത്തെ ഉത്സവം, അതിൻ്റെ സമാപനമായ ആറാട്ട് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് നവീകരിച്ചെടുത്തിട്ടുള്ള തീർത്ഥക്കുളത്തിൽ നടക്കുകയാണ്. ധ്വജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഏപ്രിൽ 14 നവീകരണ കലശം, പുനഃപ്രതിഷ്ഠ എന്നീ ചടങ്ങുകളും നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് മനക്കൽ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരിക്കും കൊടിയേറ്റം. ധ്വജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ക്ഷേത്രത്തിൽ നടന്ന ആധാരശിലാന്യാസത്തിന് ക്ഷേത്രം തന്ത്രി, മേൽശാന്തി എന്നിവർ കാർമ്മികരായി. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് മനക്കൽ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട്, മേൽശാന്തി വൈപ്പൻമന ശ്യാം നമ്പൂതിരി, ക്ഷേത്രം ട്രസ്റ്റിമാരായ PK ബാലകൃഷ്ണൻ ഇളയത്, PK ചന്ദ്രശേഖരൻ ഇളയത്, ബാലമുകുന്ദ ശർമ്മ, പ്രസിഡന്റ് MG ഹരീഷ് കുമാർ, സെക്രട്ടറി രാജപ്പൻ നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്,